എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും പറയാറുണ്ട്, സാർ ഇപ്പോൾ കൂടുതലും സ്പിരിച്വൽ ആയിട്ടുള്ള വീഡിയോസാണ്, ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മാസങ്ങളായിട്ട് ഇടുന്നില്ല എന്ന്. അതിന് ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ഗുരു എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിവിടെ പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും എഴുതാൻ സാധിക്കുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെച്ച് എഴുതാൻ സാധിക്കുന്ന ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഒരു സിദ്ധ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ മലയാളം വേർഷൻ ആൻഡ് ഇംഗ്ലീഷ് വേർഷനാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മന്ത്രമാണിത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ മന്ത്രത്തിൻ്റെ ഒരു തർജ്ജമയാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നമ്മളുടെ ആഗ്രഹങ്ങൾ അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നിങ്ങൾക്ക് എഴുതി പ്രാവർത്തികമാക്കാവുന്നതാണ്. വെറുതെ എഴുതിയിട്ട് കാര്യമുണ്ടോ? എഴുത്ത് പ്ലസ് പ്രവൃത്തി അല്ലേ? നമ്മൾ പറയാറില്ലേ, നാം പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം. നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുക? നമുക്ക് ഇതെല്ലാം നടക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വരും. നമുക്ക് അതിൻ്റെ ആ ഒരു ശക്തി, നമുക്ക് ഊർജം നമ്മളിലേക്ക് വരും. പക്ഷേ നമ്മൾ പ്രവർത്തിക്കാതിരുന്നാലോ? ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയാണ് വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഓരോന്ന് ആഗ്രഹിച്ചങ്ങ് ഇരുന്നാൽ പോരെ? പ്രവൃത്തിയാണ് ഇമ്പോർട്ടൻറ്റ്. സ്മാർട്ട് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഹാർഡ് വർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഹാർഡ് വർക്ക് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് എഴുതിയിട്ടുള്ളതാണ്, ഇപ്പോഴും എഴുതാറുള്ളതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എന്തൊരു കാര്യവും നമുക്ക് നടക്കുന്നില്ല, തടസ്സങ്ങളുണ്ട് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ് വരുമ്പോൾ ഞാൻ പേഴ്സണലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ബുക്ക് വാങ്ങിയിട്ട് എഴുതാറുണ്ട്. ഞാനൊരു പേപ്പറിലൊന്നുമല്ല, ഒരു പുതിയ ബുക്ക് വാങ്ങി, പുതിയ പേന വാങ്ങിയാണ് എഴുതുക. അപ്പോൾ ഞാൻ മറ്റുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കുട്ടിയെ പോലെയാണ്. കുട്ടിയെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിക്കത്തില്ല, പക്ഷേ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ അതിന് മനസ്സിലാവും, അത് ചെയ്യും, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് പ്രവൃത്തിയാണ് മനസ്സിലാക്കുന്നത് ചിന്തകളെക്കാളും. നമ്മൾ ഒരു ബുക്ക് വാങ്ങുകയാണ്, ഒരു പേന വാങ്ങുകയാണ്, നമ്മൾ തന്നെ പോയി വാങ്ങുകയാണ്, നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് ഏറ്റവും നല്ല ഒരു ബുക്കും നല്ലൊരു പേനയും വാങ്ങുകയാണ്. അപ്പോഴേക്കും മൈൻഡിലേക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഇയാൾ ഒരു പ്രയോറിറ്റി ഉള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് അല്ലേ? ഇയാൾക്ക് ഈ പ്രവൃത്തി പ്രയോറിറ്റി ഉള്ളതാണ്, ഐ വിൽ സപ്പോർട്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, സാർ 33 മെത്തേഡ് ചെയ്യാനുണ്ട്, പക്ഷേ 2 ദിവസം ചെയ്യാൻ മറന്നുപോയി. എന്തുകൊണ്ടാണ് 2 ദിവസം ചെയ്യാൻ മറന്നു പോകുന്നത്? നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ അതൊന്നും ഇല്ലാതെ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഉള്ളിൽ ആ ആഗ്രഹം അത്രേ ഉള്ളൂ, അത്ര ഉള്ളതിന് പ്രാധാന്യം. അതുകൊണ്ടാണ് അത് മറന്നു പോകുന്നത്. അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗോളിൽ ബ്ലോക്ക്, എനർജറ്റിക്കൽ ബ്ലോക്ക് സംഭവിക്കും അല്ലേ? അത് വീണ്ടും തുടങ്ങേണ്ടി വരും അല്ലേ? അപ്പോൾ ഇതും അതേപോലെയാണ്. നമ്മളൊരു ബുക്ക് വാങ്ങി, നമ്മളൊരു പേന വാങ്ങി, നമ്മൾ എഴുതി തുടങ്ങുക. എഴുതുന്നത് എത്ര സമയം എന്നില്ല, നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം എഴുതുക. മാത്രമല്ല സമയം കിട്ടുമ്പോഴെല്ലാം ഇത് ജപിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മന്ത്രമാണ്. ഇത് ജപിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ ആഗ്രഹമാണ്, അത് ജപിച്ചുകൊണ്ടിരിക്കുക. ഈ ആഗ്രഹം പ്രസൻറ്റ് മൊമെൻറ്റിലുള്ളതായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ നിമിഷത്തിൽ നമുക്കതുള്ളതായിട്ടാണ് നമ്മളത് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്? കോസ്മോസ് വെച്ചിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇതിൻ്റെ മലയാളം ഞാൻ പറയാം. ഇത് ഒരു സ്പന്ദന ബ്രഹ്മാണ്ഡമാണ്. ദിസ് ഈസ് എ വൈബ്രേഷണൽ കോസ്മോസ്. ഞാൻ ഒരു സ്പന്ദന മനുഷ്യനാണ്. ഐ ആം എ വൈബ്രേഷണൽ മാൻ. നിങ്ങൾക്ക് സ്പന്ദന, ആ ഒരു അർത്ഥം നിങ്ങളുടെ മനസ്സിൽ വരണം, അത്രേ ഉള്ളൂ. സ്പന്ദന എന്നെഴുതാം, സ്പന്ദനാത്മക എന്നെഴുതാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനകത്തൂടെ മലയാളം ഗ്രാമറോ ഒന്നും നോക്കാൻ ഇവിടെ ആരും വരുന്നില്ല. നമുക്ക് ആ ഒരു മനസ്സിൽ ആവണം, നമുക്ക് ആ ഒരു ഫീൽ വരണം. അതാണ് ദിസ് ഈസ് എ വൈബ്രേഷണൽ കോസ്മോസ് ആൻഡ് ഐ ആം എ വൈബ്രേഷണൽ മാൻ. ഈ സ്പന്ദനാത്മക ബ്രഹ്മാണ്ഡത്തിൽ എനിക്ക്
എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് എഴുതുക. ഇത് ഒരു സ്പന്ദനാത്മക ബ്രഹ്മാണ്ഡമാണ്. ഞാൻ ഒരു സ്പന്ദനാത്മക മനുഷ്യനാണ്. ഈ സ്പന്ദനാത്മക ബ്രഹ്മാണ്ഡത്തിൽ എനിക്ക് അതിമനോഹരമായ ഒരു വീടുണ്ട്. ഒരു വീട് വെക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതെഴുതുക. നന്ദി ദൈവമേ, അത് നിങ്ങളുടെ ഇഷ്ടദൈവം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദിസ് ഇസ് എ വൈബ്രേഷണൽ കോസ്മോസ്. I am a vibrational man. In this vibrational cosmos, I have a beautiful home. Thank you, Divine. സ്പന്ദന, ഇത് ഒരു സ്പന്ദന ബ്രഹ്മാണ്ഡമാണ്. ഞാൻ ഒരു സ്പന്ദന മനുഷ്യനാണ്. ഈ സ്പന്ദന ബ്രഹ്മാണ്ഡത്തിൽ എനിക്ക് അതിമനോഹരമായ ഒരു വീടുണ്ട്. നന്ദി ദൈവമേ. ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത് ഞാൻ ഇത് നിങ്ങൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഒന്നും കൂടെ ജസ്റ്റ് റിവേഴ്സ് പോയി നിങ്ങളിത് കേൾക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ പറയാം. ഇംഗ്ലീഷിലാണെങ്കിൽ ദിസ് ഇസ് എ വൈബ്രേഷണൽ കോസ്മോസ്. ഐ എം എ വൈബ്രേഷണൽ മാൻ. ഇൻ ദിസ് വൈബ്രേഷണൽ കോസ്മോസ് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത്. ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ പറയുന്നത് ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹോം. താങ്ക് യു ഡിവൈൻ. മലയാളമാണെങ്കിൽ ഇത് ഒരു സ്പന്ദന അല്ലെങ്കിൽ സ്പന്ദനാത്മക ബ്രഹ്മാണ്ഡമാണ്. ഞാനൊരു സ്പന്ദനാത്മക മനുഷ്യനാണ് അല്ലെങ്കിൽ സ്പന്ദന മനുഷ്യനാണ്. ഈ സ്പന്ദന ബ്രഹ്മാണ്ഡത്തിൽ എനിക്ക് അതിമനോഹരമായ ഒരു വീടുണ്ട്. നന്ദി ദൈവമേ. ഇത് സ്പന്ദനാത്മക എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇവിടെ മലയാളം ടെസ്റ്റ് പേപ്പറൊന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വൈബ്രേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഏത് വാക്ക് ഉപയോഗിക്കുമ്പോഴാണോ മനസ്സിലാവുന്നത്, വൈബ്രേഷൻ എന്ന് വേണമെങ്കിൽ എഴുതാം. മനസ്സിലായി? നിങ്ങൾക്ക് വൈബ്രേഷൻ എന്ന് തന്നെ ഉപയോഗിക്കാം. മലയാളം കറക്റ്റായിട്ട് അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. ആ ഒരു ഫീലാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എഴുതുന്നതിലോ ഒന്നുമല്ല. മനസ്സിലായില്ല? അപ്പോൾ ഇതൊരു വൈബ്രേഷണൽ ബ്രഹ്മാണ്ഡമാണെന്ന് എഴുതിയാലും യാതൊരു പ്രശ്നവുമില്ല. ഞാനൊരു വൈബ്രേഷണൽ മനുഷ്യനാണ്. ഈ വൈബ്രേഷണൽ ബ്രഹ്മാണ്ഡത്തിൽ എനിക്ക് അതിമനോഹരമായൊരു വീടുണ്ട്. ഈ വീടുണ്ടെന്നുള്ളത് എക്സാമ്പിളാണ്. നിങ്ങളെല്ലാവരും വീട് അങ്ങനെയല്ല എഴുതേണ്ടത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതാണ് എഴുതേണ്ടത്. എല്ലാം പ്രസൻറ്റ് മൊമെൻറ്റിലാണ് എഴുതേണ്ടത്. പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നമ്മൾ ഈ ആഗ്രഹങ്ങളെല്ലാം തന്നെ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇപ്പോൾ ഇത് എന്താണോ ആവശ്യം അത് നിങ്ങൾ എഴുതുക. എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് ഉണ്ട്. മനസ്സിലായില്ല? വളരെ ക്ലിയർ ആയിട്ട് അവിടെ എഴുതുക. ഞാനിപ്പോൾ ജസ്റ്റ് പറയുന്നതാണ്. ഒരു വീടുണ്ട്. എങ്ങനെയുള്ള വീട്? 2 നിലകളിലുള്ള വീട്. 2 നിലകളിലുള്ള വളരെ നല്ല നിറങ്ങളോട് കൂടിയ പെയിൻറ്റ് ഉള്ള, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണത്. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതനുസരിച്ച് എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് എഴുതാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ചൊല്ലുക കൂടെ വേണം, ജപിക്കുക. നിങ്ങളൊരു മന്ത്രം പോലെ നിങ്ങളുടെ ആഗ്രഹത്തെ ജപിച്ചുകൊണ്ടിരിക്കുക. ഇത് എഴുതുമ്പോൾ എന്താണ്, ആ ഫീലും കൂടെ കൊണ്ടുവരണം. നിങ്ങൾ ജീവിക്കണം ആ ആഗ്രഹത്തിന്. അതറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഫീൽ ചെയ്യുക. മനസ്സിലായില്ല? നിങ്ങളുടെ ശരീരത്തിൽ അത് ഫീൽ ചെയ്യുക, നിങ്ങളുടെ മുഖത്തേക്ക് അത് ഫീൽ ചെയ്യുക. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്കുക, എഴുതി നോക്കുക, ജപിച്ചുകൊണ്ടിരിക്കുക. യാതൊരു സമയമൊന്നുമില്ല. ഇത് മതപരമായിട്ടുള്ള ചടങ്ങുകളൊന്നുമല്ല. ഏത് സമയത്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എഴുതാം. യാതൊരു പീരീഡ് ടൈമോ നോൺ വെജോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കരുത്, ഞാനിത് എഴുതുകയാണ് അതെഴുതുകയാണ്. നിങ്ങൾ സ്വയം ഉള്ളിൽ വെക്കുക, നിങ്ങൾ ചെയ്യുക. നടന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാം. ഓക്കെ. ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ സ്വയം ചെയ്യുക. ആരെടുത്താണെങ്കിലും പറയാതിരിക്കുക. നിങ്ങൾ സ്വയം ചെയ്യുക. ആഗ്രഹം നടന്നതിന് ശേഷം നിങ്ങൾ പറയുക. എത്ര പ്രാവശ്യം എഴുതണം, എത്ര ദിവസം എഴുതണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നതല്ല. എങ്ങനെയാണോ നമ്മളുടെ ഇൻറ്റൻസിറ്റി അതനുസരിച്ചിരിക്കും. ചിലവർക്ക് കുറേ ചൊല്ലേണ്ടി വരും, ചിലവർക്ക് കുറച്ച് ചൊല്ലിയാൽ മതി. ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ, ഡിപ്പെൻസ് ഓൺ ദ കണക്ഷൻ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. എപ്പോഴും താങ്ക് യു ഡിവൈൻ എന്ന് പറയുക. താങ്ക് യു ഡിവൈൻ. സൃഷ്ടാവിനോട്, പ്രപഞ്ചത്തിനെയും സൃഷ്ടിച്ച ആ എനർജിയോട്, നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം.
യൂണിവേഴ്സിനെയും സൃഷ്ടിച്ച എനർജിയോട് താങ്ക് യു പറയുക. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്നതായിരിക്കും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ പോയി ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് അവിടെ ഫ്രീ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇത് ചെറുതായിട്ട് ഞാൻ പറഞ്ഞെങ്കിലും ഇത് എന്താ പറയുക, നമ്മൾ പറയുന്ന പോലെ ജാവ സിമ്പിളാണെന്ന് പറയുന്ന പോലെ ഇത് സിമ്പിളാണെങ്കിലും പവർഫുള്ളാണ്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, സംശയമില്ല. താങ്ക് യു സോ മച്ച്.